നമ്മുടെ ഏറ്റവും അവസാനത്തെ ടോക്ക് ഒറിജിൻ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ഒറിജിൻ ഓഫ് ലൈഫ് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ജീവൻ ഉണ്ടായത് എന്ന ചോദ്യം പലപ്പോഴും വളരെ എക്സൈറ്റിംഗ് ആയൊരു ചോദ്യമാണ്. പലപ്പോഴും നാസ്തികരുമായി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എപ്പോഴും ഒരു ചർച്ചയിൽ വരുന്നൊരു സംഭവമാണ് എങ്ങനെ ജീവൻ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ ഇതിന് സയൻസിന് പ്രത്യേകിച്ചൊരു ഉത്തരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറെക്കുറെ സയൻറ്റിഫിക്കായി നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരുപാട് തിയറികളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ബിഗ് ബാങ് തിയറി ഈ വലിയ മഹാപ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ വിശദീകരിക്കുന്ന ഇന്ന് നമുക്കറിയാവുന്ന ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉള്ള തിയറിയാണ്. എന്നാൽ അങ്ങനെ ഒരു തിയറി ഒന്നും നമുക്ക് ഒറിജിൻ ഓഫ് ലൈഫ് സ്റ്റഡീസിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കറിയാം ഇപ്പോൾ ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കറിയുന്നത് ഭൂമിയിൽ മാത്രം ജീവൻ ഉള്ളൂ എന്നാണ്. കേവലം വളരെ ചെറിയ ഈ ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്ന് പരിശോധിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെളിവ് അന്വേഷിച്ച് പോകുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാകുന്നതിൻ്റെ കുറച്ച് കാരണങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാനിതിനെ ഈ ഒരു ഭാഗം സംസാരിക്കാൻ വേണ്ടി ഞാൻ 3 ഭാഗമാക്കിയിട്ട് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഒന്ന് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ഇതിൻ്റെ ഒരു സിന്തസിസ് പ്രോബ്ലമാണ്. ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന, അതായത് കെമിക്കൽ എവല്യൂഷനാണ് വിഷയം, ബയോളജിക്കൽ എവല്യൂഷൻ അല്ല. അതായത് എങ്ങനെയാണ് ആദ്യം ആദ്യം ഒരു ജീവൻ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും പുതിയൊരു ജീവൻ ആദ്യമായി ഉണ്ടായത് എന്ന് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സിന്തസിസ് എന്തായിരിക്കും, സിന്തസിസ് മെത്തേഡ് എന്തായിരിക്കും എന്നൊരു കെമിസ്ട്രി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പരിശോധിക്കണം ഒന്നാമത്തതിൽ. പിന്നെ നമുക്കതിൻ്റെ അങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ തൽക്കാലം സങ്കല്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരിടാൻ ഒരുങ്ങുന്ന മാത്തമാറ്റിക്കൽ ചലഞ്ചസ്, ഇതിന് ഗണിത സമസ്യ എന്തായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ വരുന്ന ഭാഗം. മൂന്നാമത്തത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ തൽക്കാലം മാത്തമാറ്റിക്സ് മാറ്റി വെച്ചിട്ട് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങോട്ട് ഒന്നാമത്തെ ലൈഫ് ഉണ്ടായി എന്ന് വിശദീകരിക്കുകയാണെങ്കിൽ, പിന്നെ നമ്മൾ അവർ വിശദീകരിക്കേണ്ട അടുത്തൊരു പ്രോബ്ലം, നമുക്കറിയാം ഈ ജീവൻ എന്നുള്ളത് കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു സംഭവമാണ്. ഈ കൈമാറ്റം ചെയ്യുന്നത് ഇതിൻ്റെ ജനിതകമായ പദാർത്ഥങ്ങളാണ് കൈമാറ്റം ചെയ്യുന്നത്. DNA-യും RNA-യും ഒക്കെയാണ് അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ, നമുക്കത് ഇൻഫർമേഷൻ വിളിക്കാൻ പറ്റും. ഇതിൽ ഇൻഫർമേഷൻ്റെ ഒരു എനിഗ്മ എന്താണ് എന്നാണ് മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം വളരെ വിശദീകരിച്ച്, ഞാൻ ഇതേ ഒരു ടോക്ക് തന്നെ നമ്മൾ അൺമാസ്കേറ്റീസിലെ ഇത് ചാനൽ ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതിന് വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ചുരുക്കി മാത്രമാണ് ഇവിടെ ഈ ഒരു ഒന്നാമത്തെ ഭാഗം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായി എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കറിയാം ഒന്നാമത്തെ ലൈഫ് ഉണ്ടായത് ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഇനോർഗാനിക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആദ്യം ഓർഗാനിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയും അതിൽ നിന്നും ഒരു ഒന്നാമത്തെ ജീവൻ ഉണ്ടായി എന്നാണ്. അതായത് ഓർഗാനിക് അറ്റ്മോസ്ഫിയർ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ബയോമോളിക്യൂൾസ് ആയ, ഒന്നുകിൽ അത് DNA ആകാം, അല്ലെങ്കിൽ അത് RNA ആകാം, അല്ലെങ്കിൽ അത് പ്രോട്ടീൻ ആകാം. ഇങ്ങനെയുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടായി. അതിനുശേഷം വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്നാമത് ജീവനായി മാറി എന്നുള്ളതാണ്. ജീവൻ എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും നമ്മൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രോസസ്സ്, അതായത് ഒന്നാമത്തെ ജീവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇനോർഗാനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓർഗാനിക് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇനോർഗാനിക് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒന്നാമത്തെ ജീവൻ ഉണ്ടാകുമ്പോൾ ഇതിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു നാച്ചുറൽ സെലക്ഷൻ എന്തായിരിക്കും? ഇപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഭയങ്കരമായി വിവാദമായ ഒരു സമയമാണ്. ഇപ്പോൾ കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കെമിക്കൽ എവല്യൂഷൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ റൂൾസ് ആയിരിക്കും. അതായത് നമ്മൾ സാധാരണ ശുദ്ധ കെമിസ്ട്രിയാണത്. ഓക്കെ, കെമിസ്ട്രിയിൽ നമ്മൾ സാധാരണ പഠിക്കുന്ന കെമിക്കൽ റൂൾസ് എന്തൊക്കെയാണ്, ഒരു റിയാക്ഷനിൽ നമ്മൾ കാണിക്കുന്ന കെമിക്കൽ റൂൾസ് എന്തൊക്കെയാണ്, അതുതന്നെയായിരിക്കണം അതിൻ്റെ നാച്ചുറൽ സെലക്ഷനായിട്ട് പറയാവുന്ന കാര്യം. അതായത് നമുക്ക് അറിയാം ഒരുപാട് കെമിക്കൽ റൂൾസിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് രസതന്ത്രമായിട്ടുള്ള പറയുന്ന കുറേ റൂൾസ് ഉണ്ട്. അതുപോലെ ഇഷ്ടം പോലെ തരത്തിലുള്ള പിന്നെ ഇക്വേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കും ഒന്നാമത്തെ ജീവൻ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എയും ബിയും കൂടി ചേർന്ന് ഒരു C എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുമെന്ന് വിചാരിക്കും. ഓക്കെ, A+B = C. ഈ ചുമ്മാ നമ്മൾ എയും ബിയും ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ കുലുക്കിയാൽ C ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയേണ്ടത്? ഒരിക്കലല്ല. അത് നമുക്ക് തന്നെ ജസ്റ്റ് തിയററ്റിക്കലി പറയാനേ പറ്റുള്ളൂ. കെമിസ്ട്രി ലാബിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി മനസ്സിലാക്കുന്ന കാര്യം, ഇപ്പോൾ ലാബിൽ കുറച്ചൊക്കെ നിങ്ങൾ ഇതിൽ കെമിസ്ട്രി ഉള്ള ആരെങ്കിലും ഉണ്ടോ? കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഉണ്ടോ? സബ് കെമിസ്ട്രി എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന്. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ലാബിൽ നമ്മൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ വെറുതെ 2 സംയുക്തങ്ങളൊന്നും കൂട്ടി യോജിപ്പിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് ആദ്യം അതിൻ്റെ
എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് അറിയണം. കെമിക്കൽ റിയാക്ഷൻ അറിഞ്ഞാൽ പോരാ, നമുക്ക് ഈ രണ്ട് ഇപ്പോൾ റിയാക്റ്റൻസ് എന്നാണ് പറയുക. റിയാക്റ്റൻസ് അഭികാരകം എന്ന് പറയും. അഭികാരങ്ങൾ കൂടിച്ചേർന്നാണ് ഉൽപ്പന്നം ഉണ്ടാകുന്നത്. അഭികാരകത്തിൻ്റെ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പിന്നെ എയും ബിയും കൂടി ചെന്ന് സി ഉണ്ടാവുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. എയുടെ കോൺസെൻട്രേഷൻ എത്രയാണ്, ബിയുടെ കോൺസെൻട്രേഷൻ എത്രയാണ്, ഇത് വളരെ പിന്നെ എൻ്റെ കോൺസെൻട്രേഷൻ കൂടി അല്ലെങ്കിൽ ബീൻ്റെ കോൺസെൻട്രേഷൻ കൂടി എന്ന് പറഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ സിമ്പിളായി നമുക്കൊരു ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ചായ ഉണ്ടാക്കാൻ വിചാരിക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ തൽക്കാലം റിയാക്ഷനായി പരിഗണിക്കാം. ഇപ്പോൾ നിങ്ങൾ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ചായപ്പൊടി ഇട്ടണമെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ചായ ആയിട്ട് വരില്ല. അല്ലെങ്കിൽ ഒരുപാട് പഞ്ചസാര ഇട്ടെന്ന് വിചാരിച്ചോളൂ, പറ്റുമോ? അതിൽ വളരെ ഒരു തരി പഞ്ചസാര ഇട്ടാണെങ്കിൽ റിയാക്ഷൻ ആവുമോ? ചായ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. എത്രയാണ് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കേണ്ടത്, എത്രയാണ് നമ്മൾ ചായപ്പൊടി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കെമിക്കൽ, പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാകുന്ന മോളിക്യൂൾസ് ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ പ്രോട്ടീനാണ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ DNA ആണ്, അല്ലെങ്കിൽ RNA ആണ്. ഇതൊക്കെ പിന്നെ കെമിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോഴേക്കും വ്യത്യാസം വരാവുന്ന മോളിക്യൂൾസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരിക്കലും ഈ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, റിയാക്ഷൻ ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ പ്യൂരിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ചായപ്പൊടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇപ്പോൾ ചായപ്പൊടിയും മണലും പഞ്ചസാരയും ഒക്കെ എല്ലാം അടങ്ങുന്നൊരു സംഭവത്തിന് ചായ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? പഞ്ചസാര എന്നുള്ളത് വളരെ ശുദ്ധമായ പഞ്ചസാര തന്നെ ആയിരിക്കണം. ഓക്കെ, ടീ പൗഡർ വളരെ ശുദ്ധമായതായിരിക്കണം. എങ്ങനെയെങ്കിലും കുറേ തേയിലത്തോട്ടത്തിൽ നിന്ന് വെറുതെ ജസ്റ്റ് കിട്ടുമോ? ഇല്ല. ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മുടെ ഇതിൻ്റെ പ്യൂരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പിന്നെ കെമിക്കൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലതരത്തിലുള്ള കമ്പനികൾ എന്ത് ചെയ്യും? കെമിക്കൽ റിയേജൻറ്റുകൾ നമുക്ക് സപ്ലൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ വളരെ വില കൂടിയ കെമിക്കൽ പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വില കൂടുന്ന എപ്പോഴെന്ന് വെച്ചാൽ അത് വളരെ പ്യൂരിഫൈഡ് ഫോമിലായിരിക്കുമ്പോഴാണ്. അതായത് നമുക്ക് പ്യൂരിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിയാക്ഷൻ സംബന്ധിച്ചിടത്തോളം. ഇതാണ് വേറൊരു പ്രോബ്ലം. പിന്നെ ഓർഡറാണ്. അതായത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, പിന്നെ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര എടുക്കുന്നു, എന്നിട്ട് ചൂടാക്കുന്നു. ചായ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? ആദ്യം വെള്ളം വേണം, പിന്നെ ചൂടാക്കണം, പിന്നെ ടീ പൗഡർ ഉപയോഗിക്കണം, പിന്നെ നമ്മൾ ഷുഗർ ഉപയോഗിക്കണം. ഇങ്ങനെ ഓർഡർ ഉണ്ട്. ഈ ഓർഡർ അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ചായ ആയിട്ട് മാറില്ല. ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഈ ഓർഡറും ഈ പ്യൂരിറ്റിയും ഈ കോൺസെൻട്രേഷനും എല്ലാം ആദിമകാലത്ത് ഒരു പ്രൈമോഡിയൽ സൂപ്പിൽ ഇതെല്ലാം ഉണ്ടായി എന്നും ആരുടെയും ഒരു തരത്തിലുള്ള ഒരു കരവും ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഇല്ലാതെ തന്നെ ഒരു അൺഗൈഡഡ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഒന്നാമത്തെ ബയോമോളിക്യൂൾ ഉണ്ടായി എന്നുമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലേ? ഇങ്ങനെ വിശ്വസിക്കുക എന്നുള്ളത് വളരെ ഭയങ്കരമായൊരു അത്ഭുതം നിറഞ്ഞ വിശ്വാസമാണ്. ഇതെല്ലാം വളരെ ഗംഭീരമായി സെറ്റ് ചെയ്തിട്ട് അവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അവിടുത്തെ ഗാഢത ആരാണ് നിയന്ത്രിച്ചത്? അവിടുത്തെ പിന്നെ ഇനി പറയാൻ പോകുന്ന ടെമ്പറേച്ചർ, നമുക്കറിയാം ടെമ്പറേച്ചറിനെ കുറിച്ച്. ടെമ്പറേച്ചർ നിങ്ങൾ ഒരുപാട് ഭയങ്കരമായ ടെമ്പറേച്ചർ കൊടുത്താണെങ്കിൽ റിയാക്ഷൻ നടക്കുമോ? ഒരു ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വളരെ കുറഞ്ഞ ചൂട് മാത്രം ഉപയോഗിച്ചാൽ ചായ ഉണ്ടാവുമോ? ചായ ഉണ്ടാവുമായിരിക്കും, ഒരുപാട് സമയം കഴിയുമായിരിക്കും. അത് നിങ്ങൾ ടെമ്പറേച്ചർ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും, ഒരിക്കലും നമുക്ക് എന്തെങ്കിലും വെള്ളം തിളക്കില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ തൽക്കാലം ചായ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ സോൾവെൻ്റ് ആയിട്ട് അവിടെ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ വെള്ളം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, വെള്ളത്തിന് പകരം നിങ്ങൾ വേറെ എന്ത് ഉപയോഗിക്കുകയാണ്? വെള്ളത്തിന് പകരം നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുകയാണ്. ഓക്കെ, ചായ ആയിട്ട് മാറുമോ? ഇല്ല, അത് വേറെ സംഭവമായിട്ട് മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അതുപോലെ എന്താണ്, നമുക്ക് പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസ്. ഇപ്പോൾ ആ സമയത്ത് ഈ പ്രൈമോഡിയൽ അല്ലെങ്കിൽ ഒരു പ്രീബയോട്ടിക് സിസ്റ്റത്തിൽ ഒന്നാമത്തെ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള ആ ഒരു സമയത്ത് അന്നുണ്ടായിരുന്ന ഈ പിന്നെ അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ് വലിയൊരു ഫ്ലോ എന്ന് പറഞ്ഞാൽ യൂറേ മില്ലറും പറയുന്ന ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ഒരു അറ്റ്മോസ്ഫിയർ എന്താ വെച്ചാൽ ഒരു റിഡക്റ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. ഒരു റിഡക്ഷൻ നടക്കുന്ന നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒക്കെ പ്രസൻസിലുള്ള ഒരു സംഭവമാണ്. ഇന്ന് നമുക്കറിയാം ഒരിക്കലും അങ്ങനെ ഒരു റിഡക്ഷൻ നടക്കുന്ന ഒരു റിഡക്റ്റീവ് അറ്റ്മോസ്ഫിയർ അല്ല ശരിക്കും ആദിമകാലത്ത് ഉണ്ടായിരുന്നത്. അതൊരു ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏതാണ് അറ്റ്മോസ്ഫിയർ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കില്ല. അതുപോലെ ഹോമോകൈറാലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യം. ഹോമോകൈറാലിറ്റി ഉദ്ദേശിക്കുന്നത് നമുക്കതിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്ന വിചാരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അമിനോ ആസിഡ് ഉണ്ടാകുന്ന വിചാരിക്കുള്ളൂ. അമിനോ ആസിഡ് ആണെങ്കിൽ ലോകത്ത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് എല്ലാം
എൽ അമിനോ ആസിഡാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ അമിനോ ആസിഡ് എന്നാണ് പറയാം. പിന്നെ ഈ ഡിയും എല്ലും, ക്യാപിറ്റൽ ഡിയും എല്ലും എന്നുള്ളത് 2 തരത്തിലുള്ള, ഇതിന് ഈ കൈറാലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ 2 കൈകൾ. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഉപയോഗിച്ചാണെങ്കിൽ റൈറ്റ് ഹാൻഡ് മാത്രം ഉണ്ടാകുമെന്ന് വിചാരിക്കും, ലെഫ്റ്റ് ഹാൻഡ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് എന്നുള്ള ഷേപ്പിൽ റൈറ്റും ലെഫ്റ്റും നോക്കുകയാണെങ്കിൽ ദേ ആർ മിറർ ഇമേജസ് ടു ഈച്ച് അതർ. ഒന്നിൻ്റെ മിറർ ഇമേജാണ് അടുത്തതെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഒറ്റൊന്ന് മാത്രം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും എന്ത് ചെയ്യും, ഒരുപോലെ കിട്ടുകയും ചെയ്യും. പക്ഷെ നേച്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് മാത്രം കിട്ടും. ഈ ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് കിട്ടിയ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള എന്ത് ചെയ്യില്ല, റിയാക്ഷൻ നടക്കില്ല, റിയാക്ഷൻ ഫ്ലോപ്പായി പോകും. പക്ഷെ നേച്ചർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അമിനോ ആസിഡിൻ്റെ കേസിൽ എൽ അമിനോ ആസിഡുകളും, അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ കേസിൽ ഗ്ലൂക്കോസിൻ്റെ മറ്റൊരു കേസിൽ ഡി ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ നേച്ചറിന് പറ്റുന്നുണ്ട്. ഇതിനെ ഹോമോ കൈറൽ എന്നാണ് പറയുക. അതായത് നമ്മളിപ്പോൾ ഒരു ലെഫ്റ്റും റൈറ്റും ഗ്ലൗസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് വേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ഗ്ലൗ ആണ്. പക്ഷേ ഉണ്ടായത് ഏതാണ്, നമുക്ക് കിട്ടിയതാണ് റൈറ്റ് ഹാൻഡ് ഗ്ലൗ ആണ്. ഒരിക്കലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതേ പ്രശ്നമായിരിക്കും എന്ത് ചെയ്യുക, ഉണ്ടാവുക. പക്ഷേ നേച്ചറിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് ഗ്ലൗ ആണെന്ന് നേച്ചറിന് അറിയാം. അതുപോലെ തന്നെ നേച്ചർ എന്ത് ചെയ്യുന്നു, എല്ലാ തരത്തിലും അതിൽ ഈ ലെഫ്റ്റ് ഗ്ലൗ ആണെങ്കിൽ ലെഫ്റ്റ് ഗ്ലൗ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സെയിം മോളിക്യൂളാണ്, ഒരു മോളിക്യൂളും മാറുന്നില്ല. ഇതിന് നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഐസോമർ അല്ലെങ്കിൽ മിറർ ഐസോമർ എന്നൊക്കെ ഇതിന് പറയാം. നിങ്ങൾക്ക് കെമിസ്ട്രി അറിയുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഈ കാര്യങ്ങൾ അറിയുണ്ടാകും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. തൽക്കാലം ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടായി, ആ സമയത്ത് ഉണ്ടായി, എങ്ങനെയൊക്കെ ഈ സമയത്ത് ഇതൊക്കെ ഒത്തുവന്നു. കോൺസെൻട്രേഷൻ ഒത്തുവന്നു, ഇതിൻ്റെ ഓർഡർ ഓഫ് റിയേജൻ്റ് ഒത്തുവന്നു, അതേപോലെ പിന്നെ സോൾവെൻറ്റും, അതേപോലെ ഇതിൻ്റെ മറ്റു അറ്റ്മോസ്ഫിയറും എല്ലാം ഒത്തു വന്നിട്ട് അവസാനം നേച്ചർ ഇതൊക്കെ ഉണ്ടാക്കി എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ നേച്ചറിൻ്റെ കയ്യിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു ലബോറട്ടറി നോട്ട്ബുക്ക് നേച്ചർ കീപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു റിയാക്ഷൻ നടത്തുകയാണ്, ലാബിൽ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതി വെക്കും എന്താണ് കണ്ടീഷൻ എഴുതി വെച്ചില്ലെങ്കിൽ നമ്മൾ നാളെ വന്നിട്ട് ഈ റിയാക്ഷൻ ചിലപ്പോൾ എന്തെങ്കിലും ഫ്ലോപ്പായി എന്ന് വിചാരിക്കും റിയാക്ഷൻ. പിറ്റേന്ന് വരുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ റിയാക്ഷൻ നമ്മൾ ആവർത്തിക്കാതിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ റിയാക്ഷൻ എന്ത് ചെയ്തില്ല, നടന്നിട്ടില്ല എന്ന് നമ്മൾ ലാബ് റെക്കോർഡിൽ എന്ത് ചെയ്യും, എഴുതി വെക്കാറുണ്ടല്ലോ. ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടിരുന്ന പിന്നെ പിറ്റേന്ന് വരുമ്പോൾ നമ്മൾ മോഡിഫൈ ആണ് നമ്മൾ ചെയ്യുക. ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നേച്ചറിന് വളരെ ഗംഭീരമായൊരു നോട്ട്ബുക്ക് കയ്യിലുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ നമുക്കറിയാം, ഇത് റാൻഡമായി അൺഗൈഡഡ് ആയ ഒരു പ്രോസസ്സ് വഴിയാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ അല്ലെങ്കിൽ ശാസ്ത്രലോകം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും മാച്ച് ആവുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതെങ്ങനെയാണ് നേച്ചർ ഇത്രയും ഗംഭീരമായ റിയാക്ഷൻ നടത്തിയത് എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു റിയാക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. കെമിസ്ട്രിയിൽ റിയാക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇതിനൊന്നും ആൻസർ ഇല്ല, എങ്ങനെയോ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയോ ഉണ്ടായി, തൽക്കാലം വിശ്വസിക്കുന്നു, എങ്ങനെയോ ഉണ്ടായി. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിനകത്ത് അവർ പറയുന്നൊരു കാര്യം, ഇത് പെട്ടെന്നുണ്ടായതല്ലല്ലോ, ഇത് എത്രയോ കോടിക്കണക്കിന് വർഷങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടായത്. ഇനിയോ ഇത് ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതുണ്ടാകാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള ആയിരക്കണക്കിന് കോടിക്കണക്കിന് തന്മാത്രകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ റാൻഡം എന്നുള്ള അല്ലെങ്കിൽ അൺഗൈഡഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ഇതിന് പിന്നിൽ നിന്ന് വിശ്വസിച്ചൂടെ എന്നൊരു ചോദ്യം സാധാരണ ചോദിക്കാറുണ്ട്. നമുക്കും തോന്നും ചിലപ്പോൾ ശരിയാണല്ലോ, കോടിക്കണക്കിന് വർഷങ്ങൾ ഉപയോഗിക്കില്ലേ, കോടിക്കണക്കിന് വർഷം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാകാമല്ലോ, നമുക്ക് വേണമെങ്കിൽ അംഗീകരിച്ച് വെക്കുന്ന സംഭവമാണ്. നമ്മൾ തൽക്കാലം ക്വാണ്ടിഫൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്, എത്ര സമയം, എത്ര തന്മാത്രകൾ. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര കാലമായി. സയൻസിന് ഉത്തരമുണ്ട് എത്ര കാലമായി, ഏകദേശം ഒരു 13 ബില്യൺ ഇയേഴ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാം. നമ്മൾ വെച്ചു കൊടുക്കാം, എത്ര ആറ്റങ്ങൾ ലോകത്തുണ്ട്, പ്രപഞ്ചത്തിൽ ആകമാനം നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ എത്ര ആറ്റം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, നമ്മൾ വകവെച്ച് കൊടുത്ത് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തൽക്കാലം ഇതൊക്കെ നമ്മൾ തൽക്കാലം റാൻഡമായി ഉണ്ടാകാൻ വേണ്ടി തന്നെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇതിൻ്റെ കാൽക്കുലേഷൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് അനുഭവിക്കുന്നൊരു മാത്തമാറ്റിക്കൽ ചലഞ്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ തൽക്കാലം ഒരു പ്രോട്ടീൻ ചെയിൻ ഉണ്ടാകാൻ തീരുമാനിക്കുകയാണ്. പ്രോട്ടീൻ എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കുറേ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ തൽക്കാലം ആലോചിക്കൂ, ഒരു മാല. ആ മാല ഒരുപാട്
ബീഡ്സ് ഉണ്ട്, കുറേ മുത്തുമണികളുണ്ട്. ഈ മുത്തുമണികളാണ് ആക്ച്വലി എന്ത്, മാലയുടെ മുത്തുകളാണ് ആക്ച്വലി ഈ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, വലിയ മാലയാണ് പ്രോട്ടീൻ എന്ന് വിചാരിക്കും. ഓക്കെ, ഇതുണ്ടാകുന്ന ഒരു കേസാണ് പറയാൻ പോണത്. ഇപ്പോൾ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള അമിനോ ആസിഡിൻ്റെ എണ്ണം 20 ആണ്, 20. ഓക്കെ, നമ്മളെ ജീനുമായി ബന്ധപ്പെട്ട് 20 അമിനോ ആസിഡ്സ് ആണ് ഉണ്ടാവുക, 20 അമിനോ ആസിഡ്സ്. ഓക്കെ, ഈ 20 അമിനോ ആസിഡ് എങ്ങനെയെല്ലാമാണ്, ഓക്കെ ഒരു പ്രോട്ടീനിലേക്ക് പോവാണ്. ഓക്കെ, ഒരു 150 അമിനോ ആസിഡ് ഒരു പ്രോട്ടീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 150 അമിനോ ആസിഡ് വലിയ സംഭവമൊന്നുമല്ല. സാധാരണ പ്രോട്ടീനിൽ 150 ഇതൊരു ആവറേജ് നമ്പർ മാത്രമാണ്. 500-ലേറെയൊക്കെ അമിനോ ആസിഡുകൾ കൂടി ചെന്ന പ്രോട്ടീനുകൾ ഉണ്ടാവാറുണ്ട്. തൽക്കാലം 150 മതിയാണ്. തൽക്കാലം നമുക്ക് 150 ബീഡ്സ് കൂടി ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മാല പറയണം. അല്ലെങ്കിൽ 150 അമിനോ ആസിഡ് കൂടി ചെന്നൊരു പ്രോട്ടീൻ ഉണ്ടാവുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്ഥലത്ത് ഒരു പ്രോട്ടീൻ, ഒരു അമിനോ ആസിഡ്, രണ്ടാമത്തെ സ്ഥലത്ത് അടുത്ത അമിനോ ആസിഡ്, ഇങ്ങനെ പോവാണ്. ഇത് 150 ഉണ്ടാവുക. ഇതിന് വലിയൊരു ആദ്യം നമ്മൾ പെപ്റ്റൈഡ് എന്നാണ് പറയുക. അതിനെ കൂടെ ആ പെപ്റ്റൈഡിൻ്റെ ഒരു ഷേപ്പൊക്കെ വന്നാലാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയാം. അപ്പോൾ തൽക്കാലം പെപ്റ്റൈഡ് തൽക്കാലം ആലോചിച്ച് നോക്കുക. ഒന്നാമത്തെ ഈ കാണുന്ന ഒന്നാമത്തെ ഈ ആദ്യം മുകളിൽ കാണുന്ന ഒരു പിന്നെ ബ്ലൂ കളറുള്ള ഒരു സംഭവം, അതിന് ചാൻസ് അവിടെ പ്രോട്ടീന് ആ ഒരു സ്ഥലത്ത് നമുക്ക് 20 അമിനോ ആസിഡിന് ചാൻസ് ഉണ്ട്. ഏതും വരാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 20 ചാൻസ് അതിനകത്തുണ്ടെന്ന് പറയാം. അടുത്തത് ഇത് കഴിഞ്ഞതിന് ശേഷം, ആ ബ്ലൂ കഴിഞ്ഞ ശേഷം അടുത്ത റെഡ് വരാനുള്ള ചാൻസും 20 ആണ്. അപ്പോൾ 20 × 20 എന്ന് പറയാം. അപ്പോൾ 2 മാത്രമുള്ളൊരു 2 അമിനോ ആസിഡ് മാത്രം വരാനുള്ള ചാൻസ് 20 × 20 ആയിരിക്കും. 3 വരികയാണെങ്കിൽ 20 × 20 × 20. അപ്പോൾ 20⁻³ എന്ന് പറയാം. 20⁻³ എന്നായിരിക്കും പറയാം. നിങ്ങൾക്ക് മാത്സ് മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ 20⁻³ എന്നാണ് പറയാം. ഇങ്ങനെ നമ്മൾ 150 സൈറ്റുകളിലും ഓരോ 20 അമിനോ ആസിഡ് വരാനുള്ള ചാൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ചാൻസ് 20 × 20⁻150 എന്നുള്ള ഈ നമ്പർ ആയിരിക്കും. 20⁻150 അത് ഏകദേശം 10⁻195 ആണ് വരിക. മാത്തമാറ്റിക്കലി ഇറ്റ് ഈസ് 10⁻195. ഇതിനർത്ഥം എന്താ അറിയോ, 1 ശേഷം 195 പൂജ്യമുള്ള ഒരു സംഖ്യയാണിത്. ഇത്രയും അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. വെറും 20 ഇത്രയും പ്രോട്ടീൻ ചെയിൻ ഉണ്ടാക്കാൻ പറ്റും. വെറും 20 അമിനോ ആസിഡ് ഉള്ള നാച്ചുറലി ഒക്കറിങ് ഉള്ള 20 അമിനോ ആസിഡ് ഒരു 150 അമിനോ ആസിഡ് കൂടി ചെന്ന പ്രോട്ടീനുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഇത്ര എണ്ണമാണ്. ഇത്രയും തരത്തിൽ എന്ത് ചെയ്യാം, ഇത്രയും തരത്തിലുള്ള മാലകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് വലിയൊരു നമ്പറാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരെ പിന്നെ ഇതിനൊരു കാൽക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഒബ്സർവബിൾ യൂണിവേഴ്സ്, ടോട്ടൽ ആറ്റംസ് 10⁻80 ആണ്. നമുക്കറിയാവുന്ന നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിലെ ആറ്റത്തിൻ്റെ എണ്ണം ആറ്റമായിരുന്നു കേട്ടോ, ആറ്റത്തിൻ്റെ എണ്ണം 10⁻80 ആണ്. അപ്പോൾ വിചാരിക്കും ഇത്രയും വലിയൊരു യൂണിവേഴ്സ്, അത്രയും വലിയ നമ്പറാണ് ആക്ച്വലി അത്. 10⁻80 എന്ന് പറയുകയാണെങ്കിൽ അത്രയും വലിയ, നമുക്ക് ഇമാജിൻ ചെയ്യാത്ത അത്രയും വലിയൊരു എണ്ണമാണ്. ഇനി നമ്മൾ പിന്നെ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും, ഒരു ബിഗ് ബാങ്ങിന് ശേഷം എത്ര സെക്കൻഡ്സ് വന്നിട്ടുണ്ടാവും? 10⁻18 സെക്കൻഡ്സ് വന്നിട്ടുണ്ടാവും. 10⁻18 സെക്കൻഡ്സ് ആണ് ഇതുവരെയുള്ള സെക്കൻഡ്സ് നമുക്ക് കൂട്ടാൻ പറ്റുക. ഓക്കെ, ഇനി നമ്മൾ തൽക്കാലം ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് പ്രാവശ്യം റിയാക്ഷൻ നടക്കാമല്ലോ. ഒരു സെക്കൻഡിൽ തന്നെ എത്ര പ്രാവശ്യം നടക്കാൻ പറ്റും? മാക്സിമം നടക്കാവുന്ന എണ്ണം 10⁻43 ആണ്. ഒരു സെക്കൻഡിൽ നടക്കാവുന്ന ഇവൻറ്റ്സ് 10⁻43 ആണ്. ഓക്കെ, ഇത് പ്ലാങ്ക് ലെങ്ത്തുമായൊക്കെ ബന്ധപ്പെട്ട കാൽക്കുലേഷനാണ്. പ്ലാങ്ക് ലെങ്ത് ഒക്കെ വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് വെച്ചിട്ടൊരു കാൽക്കുലേഷൻ നടത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കൊടുത്താൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവമാണ് ഇതൊക്കെ. 10⁻80 ആറ്റംസ് ഉണ്ട്, 10⁻18 സെക്കൻഡ്സ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒരു സെക്കൻഡിൽ തന്നെ 10⁻43 ഇവൻറ്റ്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അൾട്ടിമേറ്റ് ചാൻസ് ടു ഫോം എ സിംഗിൾ പ്രോട്ടീൻ ചെയിൻ ഫ്രം ബിഗ് ബാങ് മുതൽ ഉണ്ടായിരുന്ന ഈ സമയം കാൽക്കുലേഷൻ നടത്തിയാൽ നമുക്ക് 10⁻141 ടൈപ്പിൽ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. 10⁻141. ഇനി നമ്മൾ എന്ത് ചെയ്തോ, അൾട്ടിമേറ്റ് ചാൻസ് ഇപ്പോൾ കൊടുക്കണമല്ലോ, നമ്മൾ ജസ്റ്റ് 10⁻141 പറഞ്ഞല്ലോ. ഈ നമ്പർ ഓഫ് പോസിബിൾ സീക്വൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ്? 10⁻195 ആണ്. നമുക്ക് ഈ പറഞ്ഞ എല്ലാം കൂടി നമുക്ക് എത്ര വരുന്നുള്ളൂ? 10⁻141 ആണ് വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ നടത്തിയല്ലോ, ഇങ്ങനെ ഒരു 150 അമിനോ ആസിഡ് കൊണ്ടുണ്ടാകുന്ന ചാൻസ് എത്രയാണ്? 10⁻195 ആണ്. എന്ന് പറയുന്ന മീനിങ് എന്താണെന്ന് വെച്ചാൽ
ഒരു സിംഗിൾ പ്രോട്ടീൻ ഉണ്ടാകാൻ പോലുള്ള സമയം പോലും നമുക്ക് എന്തായിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. ഈ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു സിംഗിൾ പ്രോട്ടീൻ, കുറേ ഒന്നും വേണ്ട, ഒരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ പ്രോട്ടീൻ, നമുക്ക് ആവശ്യമുള്ള ഒരു സിംഗിൾ ഡിസൈഡ് പ്രോട്ടീൻ ഉണ്ടാവാനുള്ള ഒരു സമയം പോലും എന്ത് ചെയ്തിട്ടില്ല, യൂണിവേഴ്സിൽ വന്നിട്ടില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും എന്തുണ്ടാകില്ല, ഈ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോട്ടീൻ ചെയിന് പോലും, പ്രോട്ടീൻ ചെയിൻ ആണെങ്കിൽ വലിയ സംഭവമൊന്നുമല്ല, ഒരു പ്രോട്ടീൻ ചെയിൻ ഇഷ്ടംപോലെ പ്രോട്ടീനുകൾ ഉള്ള ഒരു സെല്ലിൽ തന്നെ എത്രയോ പ്രോട്ടീൻസുകൾ ഉണ്ടാവും. അതിലൊരു പ്രോട്ടീൻ പോലും ഉണ്ടാവാനുള്ള സമയം നമുക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ കാൽക്കുലേഷൻ. പിന്നെ നമ്മൾ തൽക്കാലം ഒരു പ്രോട്ടീൻ ഉണ്ടെന്ന് വിചാരിക്കൂ, ഒരു പ്രോട്ടീൻ ഉണ്ടായി, ആ പ്രോട്ടീന് ഫങ്ഷൻ ചെയ്യണമല്ലോ, വെറുതെ എന്നാൽ പോരാ, ഫങ്ഷൻ ചെയ്യണം. അതിൻ്റെ 3 ഡയമെൻഷണൽ ഫോമിലേക്ക് പ്രോട്ടീനിന് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സിനറി ഒരുപാട് ലെവൽ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ, ഇപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ ഇങ്ങനെ വളഞ്ഞിങ്ങനെ പോകുന്ന ഹെലിക്കൽ ഫോമൊക്കെ വരുന്ന ഈ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോട്ടീന് ഒരു 10⁻77 ടൈപ്പിൽ പല തരത്തിൽ എന്ത് ചെയ്യും നിൽക്കുമ്പോൾ അതിലൊന്ന് മാത്രമാണ് എന്ത് ചെയ്യുക, ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ തൽക്കാലത്ത് പ്രോട്ടീൻ വിചാരിച്ചോളൂ, ഇതിലിങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം, ഇത് പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പറഞ്ഞാൽ അതിലൊന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫങ്ഷൻ ചെയ്യുള്ളൂ എന്നുള്ള കാൽക്കുലേഷൻ ഉണ്ട്. ഓക്കെ, ഇത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡോഗ്ലസ് ആക്സിൻ്റെ ഒരു കാൽക്കുലേഷൻ, അദ്ദേഹത്തിൻ്റെ തിയസീസ് ആയിരുന്നു ഇത്. അദ്ദേഹം തെളിയിക്കുന്നുണ്ട് അതിലൊന്ന് മാത്രം, ഇത് 10⁻77 ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യുക, ഫങ്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇമ്പോസിബിൾ ആണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു 150 അമിനോ ആസിഡ് ഒരു സെല്ലിലുണ്ടെന്ന് വിചാരിക്കും. ആ സെല്ല് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചാൻസ് വെറും 10⁻41,000 ഒന്ന് മാത്രമാണ്. 10⁻41,000 1 മാത്രമാണ്. ഓക്കെ, ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഫ്രെഡ് ഹോയിൽ നമുക്ക് അറിയുണ്ടാകും, ഫ്രെഡ് ഹോയിൽ ഈ ജീവൻ ഉണ്ടാകാൻ ഉള്ള ചാൻസുമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു കാൽക്കുലേഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അവസാനം അദ്ദേഹം വെച്ചാൽ അദ്ദേഹം ഒരു പാൻസ്പേമിയ തിയറിയുടെ ഒരു ആശാനായിരുന്നു. എന്ന് പറഞ്ഞാൽ പാൻസ്പേമിയ എന്ന് പറഞ്ഞാൽ ഭൂമിയിലല്ല ജീവൻ ഉണ്ടായത്, പുറത്തുനിന്ന് ഒരു കോസ്മിക് ലൈഫിനെ കുറിച്ച് പറയുന്നതാണ് പാൻസ്പേമിയ തിയറി. അപ്പോൾ ജീവൻ ഇവിടെ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് 10⁻40,000 ആണ്. 41 അല്ല, 10⁻40,000 ആണ് ഈ കാൽക്കുലേഷൻ വരുന്നത്. അത് അദ്ദേഹം കൺക്ലൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോയിങ് 747 വിമാനം ഓക്കെ ഒരു കൊടുങ്കാറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത, ഒരു കൊടുങ്കാറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഉണ്ടോയെന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു 10⁻40,000 ഒരു ചാൻസ് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റും, ഒരു കൊടുങ്കാറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു വർക്കബിൾ ആയിട്ടുള്ള ഒരു ബോയിങ് 747 വിമാനം ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ പറ്റും. അതായത് അത് കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ടയർ ഇങ്ങനെ ആ ഭാഗത്ത് വന്നു, ഇപ്പുറത്ത് സ്ക്രൂ ഇങ്ങനെ വന്ന് ഫിറ്റായി, അവിടെ നിന്ന് അങ്ങനെ വന്നു എല്ലാം വന്നിട്ട് എന്ത് ചെയ്തു, ഒരു ബോയിങ് വിമാനം ഉണ്ടായി എന്ന് പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കാൻ പറ്റും, ഇതെല്ലാം റാൻഡമായി ഉണ്ടെന്ന് വിശ്വസിക്കാം. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ തരാമല്ലോ, അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് വെറും 10⁻40,000 ആണ്. അങ്ങനെയാണെങ്കിൽ അതിലേയും കടത്തി വിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, 10⁻41,000 ഒരു ചാൻസ് മാത്രമേ എന്ത് ഉള്ളൂ, ഒരു സിംഗിൾ വർക്കബിൾ ആയിട്ടുള്ള ഒരു സെല്ലിനുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ടൈം, ഇവർ പറയുന്ന ആറ്റം, ഇതൊന്നും എന്തിനു പറ്റില്ല, ഒരു സിംഗിൾ, ഇത് ജീവൻ വന്നിട്ടില്ല കേട്ടോ, ജീവൻ എപ്പോഴും വന്നിട്ടില്ല, ഒരു സിംഗിളായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രോട്ടീൻ ചെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് മാത്രമാണ്. ഒരിക്കലും ഇത് റാൻഡമായി ഉണ്ടാകാൻ കഴിയില്ല. ഇതിന് പിന്നിൽ ആരെങ്കിലും ഇല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റാൻഡമായി ഒരു അൺഗൈഡഡ് ആയിട്ടുള്ള ഒരു റാൻഡം ഫോഴ്സിന് ഉണ്ടാകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. അത് ഇപ്പോൾ ഉണ്ടായി, തൽക്കാലം എന്ത് ചെയ്യുന്നു, എന്തോ ഒരു ഇൻസിഡൻറ്റ് നടന്ന് ഇത് ഉണ്ടായെന്ന് വിചാരിക്കും. ഓക്കെ, ജീവൻ ഉണ്ടാകാൻ പോണത്, ജീവൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ ജീവൻ എന്ത് ചെയ്യും, അടുത്ത ജീവവർഗത്തിന് കാരണമാകും. അതിപ്പോൾ നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ ജീവൻ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ഈ കൈമാറ്റം ചെയ്യുന്ന എന്താണ്, ജീവനുള്ളവരും ജീവനില്ലാത്തതും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഈ കൈമാറ്റമാണ്. ജീവൻ കൈമാറ്റം ചെയ്യുന്ന എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ജനിതക പദാർത്ഥങ്ങളാണ്. DNA-യും RNA ഒക്കെ ആണല്ലോ. ഈ DNA-യും RNA-യിലൊക്കെ ഉള്ളത് ഇൻഫർമേഷൻസ് ആണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം DNA-യിലും RNA-യിലും മാത്രമല്ല, ഇപ്പോൾ പ്രോട്ടീൻ ചെയിൻ ഇതുപോലെ എന്തുണ്ട്, ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ഏതെങ്കിലും ഒരു ചെറിയ, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ബീഡ്സിൽ എവിടെയെങ്കിലും ഒന്ന് മാറിയാൽ എന്താകും, ആകെ പ്രശ്നമാകും. ഒരു മുത്ത് മാറിയാൽ എന്താകും, അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സിക്കിൾ സെൽ അനീമിയ കേട്ടിട്ടുണ്ടായിരിക്കും. സിക്കിൾ സെൽ ഒരു രോഗമാണല്ലോ. ഈ രോഗം വരുന്നതെന്ന് വെച്ചാൽ ഒരു അമിനോ ആസിഡ്, ഒരു വാലിൻ്റെയും അതൊരു ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെയും ചെറിയൊരു മാറ്റമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, സിക്കിൾ സെൽ അനീമിയ ഉണ്ടാക്കുന്നത്. ഒരു പൊസിഷനിൽ മാത്രമുള്ള സംഭവമാണ്.
ഓക്കെ, ഇങ്ങനെയുള്ള പിന്നെ വലിയ വലിയ പ്രശ്നം എന്ത് ചെയ്യും, ഇത് DNA-യിലൊക്കെ എത്തുമ്പോൾ ഇതിനേക്കാളും ഭയങ്കരമായ പ്രശ്നമായിട്ട് മാറും. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻ ഇത് കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്നും നമുക്ക് അറിയാത്ത ഒരു പ്രശ്നമാണ്. അതെന്ത് ചെയ്യുന്നു, അത് ഈ പറഞ്ഞ റാൻഡമായിട്ട് ഉണ്ടാവണം. ഞാൻ പറഞ്ഞ ഒന്നാമത് ജീവനെ കുറിച്ചാട്ടോ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നാമത് ജീവൻ ഉണ്ടായതിന് ശേഷം എന്ത് ചെയ്യാം, അത് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ബയോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജി തിയറി അനുസരിച്ച് വേണമെങ്കിൽ പിടിച്ചു നിൽക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒന്നാമത് ജീവൻ ഉണ്ടാവാനുള്ള കാര്യമാണ്. ഒന്നാമത്തെ ജീവൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ബയോളജി ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ നാച്ചുറൽ സെലക്ഷൻ മറ്റൊക്കെ ഇതിന് റൂള് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ പറഞ്ഞത് ഒന്നാമത് ജീവൻ ഉണ്ടാകും, ഇതൊക്കെ കൈമാറ്റം ചെയ്യുന്ന ഒന്നാമത്തെ ഘട്ടമാണ് ഞാൻ പറഞ്ഞത്. ഈ ഇൻഫർമേഷനാണ് നമ്മൾ ഉണ്ടായെന്ന് പറയാൻ പോകുന്നത്. ഇത്രയും ഗംഭീരമായൊരു ഇൻഫർമേഷൻ ഉണ്ടാവുന്നത് അതെങ്ങനെയായിരിക്കും എന്നാണ്. നമുക്കറിയാം എന്താണ് ഇൻഫർമേഷൻ എന്നുള്ളത്. ഇൻഫർമേഷൻ എന്നുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്ക് ഏറ്റവും സിമ്പിളായി മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഫർമേഷൻ ഒരു എനർജിയുടെ ഫോമാണോ. നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ എന്തെടുത്താലും നമുക്ക് ഒന്നുകിൽ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ അത് മാറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലൈറ്റ് എടുത്താൽ എന്താണ്, ലൈറ്റ് എനർജിയാണ്. ഓക്കെ, ഈ മൈക്കും ഞാനും നിങ്ങളൊക്കെ എന്താണ്, മാറ്ററിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇൻഫർമേഷൻ എന്താണ്, ഈ പറഞ്ഞ ഈ സീക്വൻഷ്യൽ ഓർഡർ എന്താണ്, മാറ്ററും അല്ല എനർജി അല്ല. ഇത് മാറ്ററാണോ, ആക്ച്വലി മാറ്റർ അല്ല. ഇത് എനർജിയാണോ, എനർജി അല്ല. നമുക്ക് എന്ത് പറ്റും, നമുക്ക് ഈ എനർജി ആയിട്ട് മാറ്ററായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്ന എൻ്റെ സൗണ്ട് ഒരു എനർജിയുടെ ഫോമാണ്. ഓക്കെ, ഇതിൽ വരുന്ന ഓരോ വാചകങ്ങളും, ഇപ്പോൾ ഞാൻ വാചകങ്ങൾ എന്ന് പറയുമ്പോൾ വാ, ജ, ഗ എന്നൊക്കെ പറയുന്ന ആ ഒരു ഓർഡർ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഈ ഓർഡർ തെറ്റിച്ചാലോ നിങ്ങൾക്കത് ഇൻഫർമേഷൻ അല്ല. ഓർഡർ എന്നുള്ളതാണ് എന്ത്, ഇൻഫർമേഷൻ്റെ ബേസ്. ഓക്കെ, ഈ ഓർഡർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഇൻഫർമേഷൻ അല്ലാതെ ഇരിക്കും. സൗണ്ട് എനർജിയുടെ ഫോം, അത് സ്റ്റോർ ചെയ്യണം. ഈ സൗണ്ട് എന്നുള്ള സംഭവം നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ ഈ സൗണ്ടാണോ ഇൻഫർമേഷൻ, എനർജിയാണോ ഇൻഫർമേഷൻ? നോ, ഒരിക്കലും അല്ല. നമ്മളൊരു പത്രം വായിക്കുന്നു, പത്രത്തിൽ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ലെറ്റേഴ്സ് ഒരു ഇൻഫർമേഷനാണ്. ഓക്കെ, പക്ഷേ ആ ഇങ്കല്ല ഇൻഫർമേഷൻ, ആ പത്രമല്ല ഇൻഫർമേഷൻ. എന്താണ് അതിൻ്റെ ഓർഡറാണ് ഇൻഫർമേഷൻ. ഓർഡറാണ് എന്ത് ചെയ്യണത്, ഇതിനെല്ലാറ്റിൻ്റെയും എന്ത് ചെയ്യണത്, ഈ ഇൻഫർമേഷനായിട്ട് നിലനിർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓർഡർ ഇല്ലെങ്കിൽ ആളുകൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇൻഫർമേഷൻ നമുക്ക് പലതരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പലതരത്തിലുള്ള ഘട്ടങ്ങൾ ഇൻഫർമേഷൻ ഉണ്ട്. കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. വെർണിയർ ഗിറ്റ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 5 ലെവൽ ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളൊരു തിയറി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഈ തിയറി അനുസരിച്ച് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞാൽ, പിന്നെ ഇപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് ഉണ്ട് വിചാരിക്കും ഇവിടെ. ആ ലാപ്ടോപ്പ് നമ്മളിങ്ങനെ ജസ്റ്റ് ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ആ ലാപ്ടോപ്പിൽ എന്തോ കുറച്ച് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ വേർഡ് തുറന്ന് വെച്ചിരുന്നു, ആ വേർഡിൽ ഇങ്ങനെ എന്തോ കുറച്ച് ലെറ്റേഴ്സ്, തൽക്കാലം ഇങ്ങനെ ലെറ്റേഴ്സ് ചോദിച്ചു, കുറേ K7D എന്നൊക്കെ കൊണ്ട് കുറേ. അപ്പോൾ എന്താ വിചാരിക്കുക, തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അറിയാതെ റാൻഡമായി അതിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ ബട്ടൺ അമർന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ പൂച്ചക്കുട്ടി വന്നിട്ട് ഇങ്ങനെ അതിലൂടെ കയറി പോയതായിരിക്കും വിചാരിക്കാം. ഇതിന് പിന്നിൽ പ്രത്യേകിച്ച് ആരുടെയും ഒരു പ്രത്യേകിച്ച് ഒരു വളരെ ഒരു പർപ്പസ്ഫുള്ളി ഒരാൾ ചെയ്തായിരിക്കണം എന്നില്ല, റാൻഡമായി ഉണ്ടാകാം, നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നു. ഇത് ഫസ്റ്റ് ലെവലാണ്. സെക്കൻഡ് ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലെവൽ 2. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് വിചാരിക്കുള്ളൂ. ഇപ്പോൾ ഈറ്റ് കിച്ചൺ മം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം. പക്ഷേ ഒരു പൂച്ചക്കുട്ടി എന്തായാലും അല്ല, കാരണം പൂച്ചക്കുട്ടി വന്നപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഒന്നുമില്ല. ചിലപ്പോൾ ചെറിയൊരു കുട്ടിയായിരിക്കും, ഒരു കുട്ടി ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ചിലപ്പോൾ എഴുതിയായിരിക്കും എന്ന് വിചാരിക്കാം. കുറച്ചുകൂടെ ഇൻഫർമേഷൻ ലെവൽ ഒന്ന് കൂടിയിട്ടുണ്ട്. അതിന് പിന്നിലുള്ള ഒരു ഫോഴ്സ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സായി മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ലെവൽ 1 പോലെ അല്ല. ലെവൽ 3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കറക്റ്റായൊരു സെൻറ്റൻസ് ആണ്, മോം ഈസ് ഈറ്റിംഗ്. ഗ്രാമറൊക്കെ കറക്റ്റായിട്ട് മോം ഈസ് ഈറ്റിംഗ് എന്ന് എഴുതിയാൽ നമുക്ക് മനസ്സിലായി ഇത് ചെറിയ കുട്ടിയല്ല, കുറച്ചുകൂടെ മുതിർന്നൊരു കുട്ടിയായിരിക്കും. അപ്പോൾ ഈ ലെവൽ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പിന്നിലുള്ള കാരണം, പിന്നിൽ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ പവർഫുൾ ആയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് കുറച്ചുകൂടെ ലെറ്റ്സ് ഈറ്റ് മം. അപ്പോൾ കുറച്ചുകൂടെ മുതിർന്ന ഒരാളായിരിക്കും, വളരെ ചുരുക്കി എഴുതിയതായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലെറ്റ്സ് ഈറ്റ് മം എന്ന് പറയുന്നത് 4th ലെവൽ ഇൻഫർമേഷനാണ്. ഇപ്പോൾ നമുക്കൊരു ബയോളജിക്കൽ ഇൻഫർമേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ DNA-യിലും അതുപോലെ പ്രോട്ടീൻ ചെയിനൊക്കെയുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏത് ലെവലാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു ലെവല് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ലെവൽ കണ്ടല്ലോ നിങ്ങൾ. ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ കാണുന്ന ഈ അവിടുത്തെ കോമ ഉണ്ടല്ലോ, 5P എന്ന് കഴിഞ്ഞിട്ട് കോമ ഉണ്ടല്ലോ 3ൻ്റെ മുമ്പിൽ. ഈ കോമ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യുക, നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ആ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നില്ലെങ്കിൽ, ഏതെങ്കിലും മിസ്പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണില്ലെങ്കിൽ അത് വളരെ ലെവൽ കുറഞ്ഞ ഇൻഫർമേഷനാണ്. ഒരു മാറ്റവും ഇല്ല. അത് ആ കോമ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം തോന്നുന്നില്ല. എന്നാൽ നിങ്ങൾ ഈ 4th ലെവൽ നോക്കൂ, മം ലെറ്റ്സ് ഈറ്റ് എന്നിട്ട് കഴിഞ്ഞിട്ടൊരു കോമ ഇല്ലേ, ആ കോമ നിങ്ങൾ മായ്ച്ചാൽ കംപ്ലീറ്റ് അർത്ഥവും മാറും.
അപ്പോൾ നമ്മൾ ഏത് ലെവലാണ് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആ തന്നിരിക്കുന്ന ഓർഡറിനെ ഒന്ന് തെറ്റിച്ച് നോക്കുക. ഒരു പിന്നെ പ്ലേസ് അങ്ങോട്ടൊന്ന് മിസ്പ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അർത്ഥം മാറുന്നുണ്ടെങ്കിൽ അത് വളരെ ഹയർ ലെവൽ ഇൻഫർമേഷൻ എന്ന് പറയാം. നമ്മൾ ഈ ജെനറ്റിക് ഇൻഫർമേഷനായി കരുതുന്നപ്പോൾ ഈ ജീനിൻ്റെ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡിൻ്റെ ഒക്കെ പ്രോട്ടീൻ്റെ ഒക്കെ ഇൻഫർമേഷൻ ആക്ച്വലി എന്തെങ്കിലും ഒരു അമിനോ ആസിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്ക് അറിയുണ്ടാകും വാലിനും ഗ്ലൂട്ടാമിക് ആസിഡ് തമ്മിൽ മിസ്പ്ലേസ് ചെയ്യുമ്പോൾ അല്ലെ സിക്കിൾസ് അനീമിയിൽ എത്തുന്ന കാര്യം നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലെ. വലിയ വലിയ ജെനറ്റിക്കൽ ഡിസോർഡർ ഉണ്ടാവുന്നത് ഈ പറഞ്ഞിട്ടുള്ള ജെനറ്റിക് കോഡിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. ഓക്കെ, അതിന് മ്യൂട്ടേഷനോ മറ്റൊക്കെ പറയേണ്ടി വരും. അത്രയും വലിയ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഇപ്പോൾ ലെവൽ 5 എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷൻ കിട്ടിയാൽ, അപ്പോൾ എനിക്ക് ആ ഇൻഫർമേഷൻ തന്നാൽ ഞാനും എന്ത് ചെയ്യും, ഞാൻ ആ ഒരു ആക്ഷൻ്റെ ഭാഗമായി മാറണം. അതായത് ഇപ്പോൾ പിന്നെ ഈ ജെനറ്റിക് കോഡിലൊക്കെ കണ്ട ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ അത് കിട്ടിയാൽ എന്ത് ചെയ്യും, ഒരു ബയോളജിക്കൽ ആക്ഷൻ എന്ത് ചെയ്യും അവിടെ ജനറേറ്റ് ആവും. അപ്പോൾ ഈ വായിക്കുന്ന ആൾ ഒരു ഒരു ആക്ഷൻ്റെ ഭാഗമായി മാറുന്ന തരത്തിലുള്ള ഇൻഫർമേഷനാണ് 5 ലെവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ലെവലും അല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ ലെവലിലാണ് സത്യത്തിൽ ഈ പറയുന്ന ഈ ബയോളജിക്കൽ ഇൻഫർമേഷൻ DNA-യിലും അതുപോലെ പ്രോട്ടീനിലൊക്കെ കാണുന്ന ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈ ഇൻഫർമേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എവിടുന്ന് വരുന്നു, വേർ ഡസ് ദ ഇൻഫർമേഷൻ കം ഫ്രം. നമുക്ക് 2 റീസൺ ഉണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഇൻ്റലിജൻസ് സോഴ്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇത് എവിടുന്നോ ഒരു റാൻഡമായി ഇത് ജനറേറ്റ് ചെയ്യുമെന്ന് പറയാം. ഏതായിരിക്കും കൂടുതൽ യുക്തിഭദ്രം എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ കണ്ടെത്താവുന്ന കാര്യമാണ്. അവിടെ നേരത്തെ പലരും ഉദ്ധരിച്ച ആയത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അം ഹുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും ആണോ അവർ പടക്കപ്പെട്ടത്, അതോ അവർ തന്നെയാണോ അവരുടെ സ്രഷ്ടാക്കൾ എന്ന് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവരെങ്ങനെയാണ് പടക്കപ്പെട്ടത് അല്ലേ, അവർ തന്നെ സ്വന്തം പടച്ചതാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് ഈ ഒരു വിഷയത്തിൽ കെമിക്കൽ എവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു നിലക്കുമുള്ള പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ഈ വിഷയം കൂടുതൽ പഠിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.